ഇപ്പോൾ ഇവിടെയെല്ലാം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വന്നാലും അത് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നാലും ചില മതക്കാരെ നയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇവിടെ നീങ്ങുന്നില്ലേ? ഇതിൻ്റെ കാരണം എന്ത്? നമ്മുടെ പിന്നോക്ക അധസ്ഥിത വർഗങ്ങളുടെയും ദളിതരുടെയും വോട്ടിന് വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. 60 കൊല്ലമായി ന്യൂനപക്ഷങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ ഉടനെ നമ്മൾ പറഞ്ഞ ജാതി, മറ്റുള്ളവർ പറഞ്ഞാൽ നീതി. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഉള്ളവരെ പിന്നെയും കിട്ടുന്ന മതശക്തികളിൽ നിന്ന് ഇന്ന് ശക്തമായി അവർ പാർട്ടി ഉണ്ടാക്കി അധികാരങ്ങളിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് മാറി. ഇന്ന് ജനാധിപത്യം മരിച്ചു, മതാധിപത്യം ഇന്ന് കൊടികുത്തി വീഴുന്ന ഈ അവസരത്തിൽ സത്യം തുറന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ആണ് യഥാർത്ഥ വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്ന അവസ്ഥ. എന്നെയെല്ലാം വർഗീയവാദിയായും SNDP യോഗത്തെ വർഗീയവാദിയായി പറഞ്ഞുകൊണ്ട് മറ്റ് യഥാർത്ഥ വർഗീയവാദികൾ അവരെല്ലാം മിതവാദികൾ, അവർ നീതി സമത്വത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അവർ നിർത്തിയിരിക്കുന്ന ആ പാർട്ടിയുടെ പേരെന്ത്, അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ പേരെന്ത്, ഇതെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അതെല്ലാം ഒരു സമുദായത്തിൻ്റെ മാത്രമായി വരുമ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചറിവുണ്ടാകണ്ടേ? ഇവിടുത്തെ എന്നെ നശിപ്പിക്കുവാൻ, നമ്മുടെ സംഘടന നശിപ്പിക്കാൻ പത്രമാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങൾക്കായാലും ഇന്ന് സമ്പത്തോ മറ്റു കൊടുത്തുകൊണ്ട് അവരിലൂടെയും നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മാധ്യമമാണ് നമ്മളെ സഹായിക്കുന്നത്? ആകെ വല്ലതും നല്ലതുപോലെ നോക്കേണ്ടിയിരുന്നത് കേരള കൗമുദി മാത്രം. SNDP ജനറൽ സെക്രട്ടറിയുടെ ചോര കുടിക്കുവാനും വേണ്ടി നയിക്കുകയാണ് പല മീഡിയ. നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് കൊടുക്കുവാൻ നിർബന്ധിതരാകുന്നു. മതേതരത്വം പറയുന്നത് നമ്മളിവിടെ കിടക്കുന്നു, മതം പറയുന്നവരിപ്പോൾ ഇവിടെ കിടന്നു. ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കാതെ നമുക്ക് അർഹതപ്പെട്ട് നമ്മുടെ ആൾക്കാരെ എത്തിക്കുവാനും വളർത്തുവാനും നമുക്ക് സാധിക്കട്ടെ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ സാധിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം എവിടെ? ആര് തരുന്നു? ഉള്ളവൻ തന്നെ മുഴുവൻ മേടിച്ചിട്ടുണ്ട്. മലപ്പുറത്തോ അവിടെ ഇവിടെ എല്ലാം മറച്ചോട്ട് പോകുമ്പോൾ ആ ഉള്ള സത്യം ഞാൻ പറഞ്ഞ അവിടെ ഞാൻ വർഗീയവാദിയായോ? ഈ രാജ്യത്ത് യഥാർത്ഥ വർഗീയവാദികൾ ആരെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അവരെല്ലാം ഇന്ന് കൊടികുത്തി വാഴുകയാണ്.